നമസ്കാരം. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തൊട്ടുണർത്തുന്ന മനോഹരമായൊരു ചിന്ത പറയട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നതും ഇവിടെ നിന്ന് മടങ്ങുന്നതും തികച്ചും വ്യക്തിപരമായ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ്. ആ യാത്രയിൽ നാം പിന്നിടേണ്ട വഴികളും നേരിടേണ്ട പ്രതിസന്ധികളും നമുക്ക് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ടവയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ കഠിനമായ പാതകളിൽ നമുക്ക് കൂട്ടായി സുഹൃത്തുക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ ഉണ്ടായേക്കാം. അവർ നമുക്ക് താങ്ങും തണലും ഉപദേശങ്ങളും എല്ലാം നമുക്ക് നൽകും, നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആത്യന്തികമായി വെല്ലുവിളികളെ നേരിടേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഒക്കെ നമ്മുടെ സ്വന്തം കാലുകളിൽ നിന്ന് തന്നെ ആവണം. നമ്മളുടെ വേദനകൾ അനുഭവിക്കാനോ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കാനോ മറ്റൊരാൾക്ക് സാധിക്കില്ല. ആ ചുവടുവെപ്പുകൾ ഓരോന്നും നാം തന്നെ വെച്ചേ മതിയാകൂ. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കോ താല്പര്യങ്ങൾക്കോ അനുസരിച്ച് സ്വന്തം പാത മാറ്റാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നമ്മെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റും. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾക്ക് മാത്രമേ കൃത്യമായി അറിയാവൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കൂടെ ഉണ്ടെന്ന ധൈര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴും സ്വന്തം ആത്മബലത്തിൽ വിശ്വസിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ പാതയിലെ കല്ലും മുള്ളും മാറ്റി മുന്നേറാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഈ ഒരൊറ്റ തിരിച്ചറിവ് നമ്മെ കൂടുതൽ പക്വതയുള്ളവരാക്കും. ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല എന്നതല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നമ്മളുടേത് മാത്രമാണ് എന്നതാണ്. നിശ്ചയദാർഢ്യത്തോടെ സ്വന്തം പാതയിലൂടെ മുന്നേറുക. കൂടെയുള്ളവരുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ പാദങ്ങൾ കൊണ്ട് തന്നെ നടന്നു കയറുക. ഞാനൊരു കോട്ട് ഇവിടെ പറയാം. ഇറ്റ്സ് യുവർ റോഡ് ആൻഡ് യോഴ്സ് അലോൺ. Others may walk it with you, but no one can walk it for you. ശുഭദിനം നേരുന്നു.